വിശുദ്ധ മർക്കോസ് സുവിശേഷം അധ്യായം 3. യേശു ശിഷ്യന്മാരോട് കൂടെ കടൽ തീരത്തേക്ക് പോയി. ഗലീലയിൽ നിന്ന് ഒരു വലിയ ജനക്കൂട്ടം യേശുവിനെ അനുഗമിച്ചു. യൂദയ, ജെറൂസലേം, ഇദുമേയ എന്നിവിടങ്ങളിൽ നിന്നും, ജെറൂസലേമിന്റെ മറുകരയിൽ നിന്നും, ടൈർ, സീദോൻ എന്നീ ദേശങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ യേശുവിന്റെ പ്രവൃത്തിയെക്കുറിച്ച് കേട്ട് അവന്റെ അടുക്കലെത്തി. ആൾത്തിരക്കിൽപ്പെട്ട് ഞെരുങ്ങുന്നതിനാൽ യേശു ശിഷ്യന്മാരോട് ഒരു വള്ളം ഒരുക്കി നിർത്തുവാൻ ആവശ്യപ്പെട്ടു. എന്തെന്നാൽ അവൻ പലർക്കും രോഗശാന്തി നൽകുന്നത് മൂലം രോഗമുണ്ടായിരുന്നവരെല്ലാവരും യേശുവിനെ സ്പർശിക്കുവാൻ തിക്കിത്തിരക്കുന്നുണ്ടായിരുന്നു. അശുദ്ധാത്മാക്കൾ അവനെ കണ്ടപ്പോൾ അവന്റെ മുമ്പിൽ വീണ്, നീ ദൈവപുത്രനാണ് എന്ന് വിളിച്ചു പറഞ്ഞു. തന്നെ വെളിപ്പെടുത്തരുതെന്ന് യേശു അവർക്ക് കർശനമായ താക്കീത് നൽകി. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ക്രിസ്തു സാന്നിധ്യത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം. യേശു ശിഷ്യന്മാരെ പഠിപ്പിക്കുവാൻ ആ കാലഘട്ടത്തിൻ്റെ ഏറ്റവും അനുയോജ്യമായ മാർഗം ഉപയോഗിക്കുന്നുണ്ട്. ഇതാ, തീരത്തിന് അഭിമുഖമായി വള്ളത്തിലിരുന്നു കൊണ്ട് യേശു ജനങ്ങളെ പഠിപ്പിക്കുന്നു. യേശുവിൻ്റെ വചനം കേൾക്കുന്ന മാത്രയിൽ അനേകർക്ക് സൗഖ്യവും ആശ്വാസമുണ്ടാകുന്നു. ഒപ്പം പിശാച് ബാധിതരായവർ പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് മുക്തരാകുന്ന അനുഭവം കാണുന്നു. യേശു എല്ലാ ദേശത്തിൻ്റെയും സ്വന്തമാണ്. യേശുവിൻ്റെ അരികിലേക്ക് വന്ന എല്ലാവർക്കും അവിടുന്ന് സൗഖ്യവും സമാധാനവും നൽകുന്നുണ്ട്. തന്നെ കണ്ടുമുട്ടുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് ആശ്വാസവും സാന്ത്വനവും കൃപാവരങ്ങളും നൽകി അവരെ സമാശ്വസിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ മനസ്സാണിത്. അവൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് ആരും വെറും കൈയോടെ മടങ്ങിപ്പോവുകയില്ല. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്ന എല്ലാവരും അവിടുത്തെ കൃപാവരങ്ങൾക്ക് അർഹരായി ഭവിക്കും. യേശുവിൻ്റെ വചനം കേൾക്കുന്ന മാത്രയിൽ തന്നെ രക്ഷയും സമാധാനവും രോഗസൗഖ്യവും പൈശാചിക ബന്ധനത്തിൽ നിന്നുള്ള വിടുതലും ലഭിക്കുന്നു. സത്യത്തിൽ ഇതെന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അവിടുത്തെ വചനം ശക്തിയുള്ളതാണ്. യേശുവിൻ്റെ വചനം വിശ്വാസത്തോടുകൂടി ശ്രവിക്കുകയും കൃപയോടുകൂടി സ്വീകരിക്കുകയും ചെയ്യുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഇന്നും അതേ സൗഖ്യത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ, ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനത്തിൻ്റെ കൃപ ലഭിക്കുന്നു. യേശു സൗഖ്യദായകനായ ദൈവമാണ്. അവിടെ നമ്മെ ആന്തരികവും ബാഹ്യവും ആധ്യാത്മികമായ രോഗങ്ങളിൽ നിന്ന് സുഖപ്പെടുത്തുകയും വീണ്ടെടുക്കുകയും ചെയ്യും. ക്രിസ്തു നൽകുന്ന കൃപാവരങ്ങൾക്ക് നമ്മൾ അർഹരായി ഭവിക്കേണ്ടതിന് കൂടുതൽ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി യേശുവിനെ സമീപിക്കാം. യേശു ഉണ്ട് എന്ന് കരുതുന്ന എല്ലാ ദേശങ്ങളിലേക്കും അനേകർ യേശുവിനെ അന്വേഷിച്ചു പോയി. ഈ കാലഘട്ടത്തിൽ നമുക്കും ഒരു ക്രിസ്തു അന്വേഷിയാകാം. സഹോദരങ്ങളിൽ ക്രിസ്തുവിനെ കാണാം. തിരുവചനത്തിൽ ക്രിസ്തുവിൻ്റെ കൃപയുടെ മഹത്വം ദർശിക്കാം. നമ്മുടെ ഇടയിൽ വേദനിക്കുന്ന, ദുഃഖിക്കുന്ന, സങ്കടപ്പെടുന്ന ഓരോ മക്കളിലും ക്രിസ്തുവുണ്ട് എന്ന തിരിച്ചറിവിൽ നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന നന്മ ചെയ്യാം. അങ്ങനെ ക്രിസ്തുവിൻ്റെ സൗഖ്യദായകമായ കൃപയുടെ ദൗത്യം നമ്മളിലൂടെ തുടരപ്പെടട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.